Hi friends, welcome to Diya's World. Organza ribbon വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡ് ആണിത്. ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വീതിയുള്ള ഓർഗൻസ റിബൺ ആണ്. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 15 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് വേണ്ടത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിബണിൻ്റെ ഒരറ്റത്ത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ അറ്റം അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ റിബൺ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആ റിബണിനെ രണ്ടായി മടക്കി പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ആ ഒരു റൗണ്ട് ഫുള്ളായിട്ടും ഇതുപോലെ റിബൺ രണ്ടായി മടക്കി ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. സാറ്റിൻ റിബണും ബീഡ്സും വെച്ചുള്ള ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. റൗണ്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ നൂലി പിടിച്ച് വലിച്ച് റിബണിനെ ഒരു ഫ്ലവർ ഷേപ്പാക്കി മാറ്റണം. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. ഒന്നുകൂടെ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ 1-2 കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ റിബൺ രണ്ടായി മടക്കിയതിന് ശേഷമാണ് തുന്നിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ റിബണിൻ്റെ 2 ലെയറും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അതിനെ ഒന്ന് വിടർത്തിയെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 ലെയറിനെയും വിടർത്തിയെടുക്കണം. അത് കഴിഞ്ഞ് ആദ്യത്തെ ലെയർ മുകളിലേക്കും രണ്ടാമത്തെ ലെയർ താഴേക്കും പിടിച്ച് നല്ലപോലെ വലിക്കുക. ഇനി ആ ഫ്ലവറിൻ്റെ ഫ്രിൽസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സ്റ്റിഫ് ക്ലോത്തിൽ നിന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് മുകളിലായിട്ട് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലവറിനെ നമുക്കതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം എന്തെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്ത് ഉള്ളിലേക്ക് നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഫ്ലവറിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഹെയർ ബാൻഡ് എടുക്കുക. ഞാനിവിടെ 3 ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നടുക്ക് ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലായിട്ട് ഓരോ ഫ്ലവേഴ്സ് വീതം ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.